പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ആഗോള ഭീകരതയുടെ സർവകലാശാല ഞങ്ങൾ തകർത്തു എന്ന് ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ ഭീകരരെ തീറ്റിപ്പോറ്റുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിൽ നമ്മൾ വിജയിച്ചു. ആ മികവ് നമ്മൾ തെളിയിച്ചു. പാകിസ്ഥാനെ യുദ്ധഭൂമിയിൽ നിലം പരിശാക്കി. ഭീകരർ സ്വപ്നം കാണാത്ത മറുപടിയാണ് നൽകിയത്. ഒരുപക്ഷെ ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട്. പ്രധാനമന്ത്രി ബീഹാറിലാണെന്നാണ് ഓർമ്മ. അവിടെ പോയി ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ പറഞ്ഞ വാക്ക്, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും സങ്കല്പിക്കാനാവാത്ത മറുപടി ഞങ്ങൾ തരും എന്നായിരുന്നു. അതാണ് ഭീകരർ സ്വപ്നം കാണാത്ത മറുപടി നൽകി എന്ന വാക്കിലൂടെ അദ്ദേഹം പൂർത്തീകരിക്കുന്നത്. നമ്മുടെ സൈന്യത്തിൻ്റെ വീര്യമെന്ത്, ശക്തി എന്ത് എന്ന് കാണിച്ചു കൊടുക്കാനായി നമ്മുടെ സാമർഥ്യം ആണ് ലോകം കണ്ടത്. ഈ വിജയം അമ്മമാർക്കും കുട്ടികൾക്കും സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതായത് യുദ്ധതന്ത്രം വിജയം കണ്ടതിൻ്റെ, അദ്ദേഹം യുദ്ധം എന്ന വാക്ക് തന്നെ പറയുന്നുണ്ട്. യുദ്ധതന്ത്രം വിജയം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണല്ലോ. ആദ്യം അവരുടെ ആക്രമണങ്ങളെ ചെറുക്കുന്നു. ആ ചെറുത്തുനിൽപ്പിനൊപ്പം മറുവശത്തുകൂടി പോയി പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്ത് ചിഹ്ന ഭിന്നമാക്കുന്നു. അത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എന്നേയുള്ളൂ. ഒടുവിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ഐക്യമാണ് നമ്മുടെ ശക്തി എന്നാണ്. പാകിസ്ഥാൻ പലതായി മാറിയപ്പോൾ യുദ്ധത്തെ എതിർക്കുന്നവർ, ബലൂചിസ്ഥാൻ സേന, അങ്ങനെ പലതായി പാകിസ്ഥാൻ വിഘടിച്ചു നിന്നപ്പോൾ, സൈന്യത്തിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ വന്നപ്പോൾ ഭാരതം നമ്മുടെ ഐക്യവും നമ്മുടെ ശക്തിയും തെളിയിച്ചു എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ആഗോള ഭീകരതയുടെ സർവകലാശാലയാണ് പാകിസ്ഥാൻ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിനെ ഭീകരരെ തീറ്റിപ്പോറ്റുന്ന രാഷ്ട്രത്തിന് കനത്ത മറുപടി നൽകാൻ നമുക്കായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, ആദ്യം നയതന്ത്രം കൊണ്ട്, പിന്നീട് യുദ്ധതന്ത്രം കൊണ്ട്, അതിനുശേഷം രാഷ്ട്രതന്ത്രം കൊണ്ട്, ഇപ്പോൾ വാക്കുകൾ കൊണ്ടും പാകിസ്ഥാനെ നിലം പരിശാക്കുന്നു പ്രധാനമന്ത്രി. കൃഷ്ണരാജ്, അതുതന്നെയാണ്. അദ്ദേഹം ശക്തമായ സന്ദേശമാണ് ശത്രുരാഷ്ട്രമായ പാകിസ്ഥാന് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് ശേഷം, അതിൻ്റെ ആദ്യഘട്ടം വളരെ വിജയകരമായി നമ്മുടെ സൈന്യം നടപ്പാക്കിയതിന് ശേഷം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇതാദ്യമായാണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ച ഈ ഘട്ടത്തിലുടനീളം വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിച്ചു. ആദ്യം തന്നെ സൈന്യത്തിന് വലിയൊരു അഭിനന്ദനം അദ്ദേഹം നൽകുന്നുണ്ട്, വലിയൊരു സല്യൂട്ട് നൽകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് എന്തുകൊണ്ട് ഇട്ടു എന്നതിനെ പറ്റിയും പ്രധാനമന്ത്രി വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരരെ ഈ ഭൂലോകത്ത് തന്നെ മായ്ച്ചു കളയുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ലക്ഷ്യം. അതിനാൽ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഗ്ലോബൽ ടെററിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ എന്നാണ് അദ്ദേഹം ആ പദമാണ് ഉപയോഗിച്ചത്. അതായത് ബഹാവൽപൂരും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെ മുറിയക്കയും, ഈ രണ്ട് ആഗോള ഭീകര കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിഞ്ഞു എന്ന സന്ദേശം അദ്ദേഹം ഈ അഭിസംബോധനയിലൂടെ നൽകുകയാണ്. മാത്രമല്ല അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഈ വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ ആക്രമണത്തിന് പിന്നിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഭീകരവാദികളെ ഈ ഭാരതത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇല്ലാണ്ടാക്കി എന്ന സന്ദേശം പറയുമ്പോൾ അത് ആഗോളതലത്തിലുള്ള ഭീകരവാദത്തിനെതിരെ കൂടി എടുത്തിട്ടുള്ള ഒരു കടുത്ത തീരുമാനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രി ഈ അഭിസംബോധനയിലൂടെ നൽകുകയാണ്. ഒപ്പം അദ്ദേഹം ഈ ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഭാരതത്തിൻ്റെ സൈന്യവും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നതിനെപ്പറ്റി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി പറഞ്ഞത് ആധുനിക യുദ്ധമുഖത്ത്, അതായത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാരതം ഇത്തരം ഒരു പോർമുഖത്തേക്ക് നേരിട്ടെത്തുന്നത്. അടുത്ത കാലത്ത് സർജിക്കൽ സ്ട്രൈക്കുകളും അതോടൊപ്പം തന്നെ ചൈനയ്ക്കെതിരെ ഗാൽവനിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങളിലുമൊക്കെ ഭാരതം കൃത്യമായി ശത്രുവിന് തിരിച്ചടി നൽകിയെങ്കിലും ആധുനിക യുദ്ധമുഖത്തേക്ക് വരുമ്പോൾ അവിടെ ഭാരതത്തിൻ്റെ കാര്യപ്രാപ്തിയും അപ്രമാദിത്യവും എത്രത്തോളം ഉണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങളെ കാണിക്കുവാൻ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ
അദ്ദേഹം ഈ ആണവ ഭീഷണി ഉയർത്തുന്ന പാകിസ്ഥാന് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം ഈ ഒരു സംഘർഷത്തിനിടയിൽ മാത്രമല്ല, പലപ്പോഴും ഈ പാകിസ്ഥാനിലെ പല തീവ്രവാദികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും ആണവായുധം പ്രയോഗിക്കും എന്ന രീതിയിലുള്ള ചില ഭീഷണികളൊക്കെ ഉയർത്താറുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻപ് അത്തരം ഭീഷണികളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പാകിസ്ഥാനിന്റെ കയ്യിൽ മാത്രമല്ല, ഭാരതത്തിന്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്ന പരാമർശമൊക്കെ അദ്ദേഹം BJP റാലികളിൽ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഈ ഘട്ടത്തിലും പറഞ്ഞത് അത്തരം ഭീഷണികളും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്ന കൃത്യമായ സന്ദേശം ശത്രു രാഷ്ട്രമായ പാകിസ്ഥാന് അദ്ദേഹം നൽകുകയാണ്. ഒപ്പം പാകിസ്ഥാനോട് ഇനിയുള്ള സമീപനം എന്താണ് എന്ന വിഷയത്തിൽ കൂടി പ്രധാനമന്ത്രി കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇനിയും പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ. അതൊന്ന് ഭീകരതയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആഗോളതലത്തിൽ ഭീകരവാദത്തെ കയറ്റി അയക്കുന്ന ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിനാൽ അവരുമായി ഭീകരതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ചർച്ച POJKയുമായി ബന്ധപ്പെട്ടാണ്. പാക് അധിനിവേശ ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട് മാത്രമേ ചർച്ചയുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ നിലപാട് പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യത്തിന്റെ വിവിധ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി സംസാരിച്ചു. ഇപ്പോൾ പ്രധാന സേവകനും എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ഉദ്ദേശിച്ചത് എന്ന കാര്യം രാജ്യത്തോട് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഓരോ വരിയിലും പാകിസ്ഥാൻ സമം ഭീകരരാഷ്ട്രം എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നില്ലേ നരേന്ദ്രമോദി? കൃഷ്ണരാജ്, അതുതന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തെ കൃത്യമായി തന്നെ പാകിസ്ഥാനെ തുറന്ന് കാട്ടുവാനാണ് ഭാരതം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ രാഷ്ട്രത്തോട് സംസാരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹവും പറഞ്ഞ കാര്യം അതുതന്നെയാണ്. അതായത് ഭാരതം ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആദ്യം തകർത്ത ഭീകര കേന്ദ്രങ്ങളെപ്പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹാവൽപൂരും അതോടൊപ്പം തന്നെ ബഹാവൽപൂര് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം, അതോടൊപ്പം ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമായ മുറിക്ക്, ഈ രണ്ട് സ്ഥലങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തന്നെ ആഗോള ഭീകരവാദത്തിന്റെ സർവകലാശാലകൾ എന്നാണ്. അതായത് അത് ഭാരതത്തിന് നേരെ മാത്രമല്ല, മറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്ക്, ലോകത്തിൽ ഉയർന്നു വരുന്ന ജനാധിപത്യ വിശ്വാസത്തിനൊക്കെ ഭീഷണിയാകുന്ന രീതിയിലുള്ള ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഭാരതം ആക്രമണം നടത്തിയത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഭീകരവാദികൾക്കെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. ഭീകരർ ഭാരതത്തിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സിന്ദൂരം മായ്ക്കുകയാണെങ്കിൽ അവരെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാക്കുക എന്നത് ഒരു പ്രതിജ്ഞയായി എടുത്തു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിടുവാനുള്ള കാരണത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് അത് കേവലം ഒരു നാമമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ വികാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന നാമത്തിലൂടെ ഈ രാഷ്ട്രം ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിൽ ഉൾപ്പെടെ ഭാരതം നടത്തിയ പ്രത്യാക്രമണം കൃത്യമായിട്ട് പ്രധാനമന്ത്രിയും പറഞ്ഞു. ഭാരതത്തിൻ്റെ സൈനിക സംവിധാനം കണ്ട്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കാര്യക്ഷമതയും അതോടൊപ്പം തന്നെ യുദ്ധമുഖത്തെ നമ്മുടെ കരുത്തും കണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായി തന്നെ പരാജയം സമ്മതിക്കുകയും ഭയപ്പെടുകയും ചെയ്തു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഭയം രൂപപ്പെട്ടതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പ്രകോപനങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പിന്നോട്ട് പോക്ക്, അതായത് എടുത്ത ചുവട് പിന്നോട്ട് വലിക്കില്ല എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകുക അസാധ്യമാണ് എന്ന് കൃത്യമായി പറയുന്നു. അതായത് പാകിസ്ഥാന് താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ സഹകരിക്കുകയും മറുഭാഗത്ത് യുദ്ധം നടത്തുകയും ചെയ്യുന്നു. പാകിസ്ഥാന്റെ താല്പര്യ മേഖലകളിൽ അവർ ചർച്ചയ്ക്ക് വരികയും മറുഭാഗത്ത് നിഴൽ യുദ്ധം നടത്തുകയും ചെയ്യുന്ന സമീപനം അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വെള്ളവും രക്തവും ഒരുപോലെ ഒഴുകാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നതിലൂടെ കൃത്യമായി പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്നത് വ്യക്തമാണ്. സിന്ധു നദീജല കരാറും സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നും പാകിസ്ഥാന് ജലം നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ നിന്നും ഭാരതം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പിന്മാറിയിരുന്നു. എന്നാൽ മെയ് 10-ാം തീയതി വെടിനിർത്തൽ കരാറിന് ധാരണയായതോടെ, അതായത് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായ സാഹചര്യത്തിൽ പിന്നീട് ഉയർന്നു വന്ന ഒരു ചർച്ച സിന്ധു നദീജല കരാറിൽ ഭാരതം പിന്മാറിയ നടപടിയിൽ നിന്നും ഒരുപക്ഷെ ഭാരതം മറ്റൊരു ചിന്ത നടത്തുമോ, ആ കരാറിലേക്ക് വീണ്ടും എത്തുമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ ആ കാര്യത്തിലും ഒരു വ്യക്തത
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നുണ്ട്. നമ്മൾ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല. നയതന്ത്ര തലത്തിലുള്ള യുദ്ധം നടക്കും. മറുഭാഗത്ത് പാകിസ്ഥാനുമായി ചർച്ചകളില്ല. ആ ചർച്ച നടത്തുക പാക് അധിനിവേശ ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ടും ഭീകരതയെ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുമാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ക്ലിയറാണ്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ ഇനിയും കടുത്ത തീരുമാനങ്ങൾ തുടരും എന്ന സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ശരി, ഗൗതമനാരായണനാണ് പ്രധാനമന്ത്രി എന്തു പറഞ്ഞു എന്നതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകൾ നൽകിയത്.